ഹായ് ഓൾ, സി ലേണിംഗ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 2024 നൊബൽ പ്രൈസാണ് നോക്കുന്നത്. ചെറിയ കോഡുകളിലൂടെയൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് പഠിച്ചെടുക്കാം. ആദ്യം നമ്മൾ പറയുന്നത് വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ മെഡിസിൻ നൊബൽ പ്രൈസ് കിട്ടിയിരിക്കുന്ന രണ്ട് പേരാണ് വിക്ടർ ആംബ്രോസും ഗ്യാരി റോക്കിനും. രണ്ട് പേരും USA-കാരാണ്. അപ്പോൾ എന്താ അവർക്ക് എന്തിനാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ മൈക്രോ RNA-യുടെ കണ്ടെത്തലിനും ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന് അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കിയതിനുമാണ് അവർക്ക് 2024 വൈദ്യശാസ്ത്രത്തിന് നൊബൽ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ നമുക്കിതെങ്ങനെ കണക്ട് ചെയ്യാം? മൈക്രോ RNA വിജയകരമായി കണ്ടെത്തി അമേരിക്കയിൽ നിന്നും ക്യാരി ചെയ്ത് കൊണ്ടുവന്ന് നോക്കുക. ഓക്കെ, മൈക്രോ RNA വിജയകരമായി കണ്ടെത്തി അമേരിക്കയിൽ നിന്നും ക്യാരി ചെയ്ത് കൊണ്ടുവന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് ആ മൈക്രോ RNA എന്ന ടേം കിട്ടും. എന്താണ് വിജയകരമായ വിക്ടറി എന്ന് നമ്മൾ പറയില്ല. അപ്പോൾ വിജയകരമായത് വിക്ടറി. അപ്പോൾ വിക്ടർ ആംബ്രോസിനെ അതിനകത്ത് കണക്ട് ചെയ്യാം. പിന്നെ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് പറയുമ്പോൾ അമേരിക്ക എന്ന രാജ്യം കിട്ടും. പിന്നെ എന്താണ് ക്യാരി ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ എന്താണ് ഗ്യാരി റോക്കിൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. മൈക്രോ RNA വിജയകരമായി കണ്ടെത്തി അമേരിക്കയിൽ നിന്നും ക്യാരി ചെയ്ത് കൊണ്ടുവന്നു. ക്ലിയർ ആണല്ലോ. അപ്പോൾ മൈക്രോ RNA-യുടെ കണ്ടെത്തലാണ് നമുക്ക് മനസ്സിലാകും. വിക്ടർ ആംബ്രോസിനെ കിട്ടും, ഗ്യാരി കിട്ടും, പിന്നെ USA എന്ന രാജ്യവും കിട്ടും. ക്ലിയർ ആണല്ലോ. പിന്നെ RNA എന്നൊക്കെ പറയുമ്പോൾ ആ ജീനുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് അതിനകത്തൂടെ കിട്ടുമല്ലോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വിക്ടർ ആംബ്രോസ്, ഗ്യാരി റോക്കിൻ. ഓക്കെ, മൈക്രോ RNA-യുടെ കണ്ടെത്തൽ. അടുത്ത് നമ്മൾ നോക്കുന്നത് ഭൗതിക ശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്സിന് കിട്ടിയിരിക്കുന്ന രണ്ട് പേരാണ്. ആരൊക്കെയാണ്? ജോൺ ജെ ഹോപ്ഫീൽഡ്. രണ്ടാമത്തെ ആളാണ് ജെഫ്രി ഇ ഹിൻഡൺ. ഈ ജോൺ ജെ ഹോപ്ഫീൽഡ് അദ്ദേഹം USA-കാരനാണ്. ജെഫ്രി ഇ ഹിൻഡൺ ബ്രിട്ടീഷ് കനേഡിയൻ, അതായത് ബ്രിട്ടനിൽ ജനിച്ചിട്ട് പിന്നീട് കനേഡിയൻ പൗരത്വം സ്വീകരിച്ച വ്യക്തിയാണ്. ഓക്കെ, അവർക്ക് കിട്ടിയിരിക്കുന്നത് കൃത്രിമ നാഡീ വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിങ്ങിൻ്റെ അടിത്തറയിടുന്ന കണ്ടെത്തലുകൾക്കാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിതെങ്ങനെ കണക്ട് ചെയ്യാം? ഇപ്പോൾ ആദ്യത്തെ പറയുന്നത് ജോൺ ജെ ഹോപ്ഫീൽഡ്. അപ്പോൾ ആ ഫീൽഡ് എടുക്കുക. ഓക്കെ, ഫീൽഡ് നമ്മൾ പറയില്ലേ ക്രിക്കറ്റ്, ഫുട്ബോളിനകത്തൊക്കെ ഫീൽഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഫീൽഡ് ഗ്രൗണ്ടിൽ നടക്കുന്നൊരു ഗെയിം ആകുമ്പോൾ അതിനകത്ത് ഉറപ്പായിട്ടും ആരുണ്ടാകും? ഒരു റഫറി ഉണ്ടാകും അല്ലേ? അപ്പോൾ റഫറി ജെഫ്രി. ആ റഫറിനെ നമുക്ക് എന്തിലൂടെ കണക്ട് ചെയ്യാം? ജെഫ്രിയിലേക്ക് കണക്ട് ചെയ്യാം. അപ്പം ഫീൽഡിൽ ആളുണ്ടാവും, റഫറി ഉണ്ടാകും. അപ്പം റഫറി ജെഫ്രി. ഓക്കെ, അപ്പോൾ ഫീൽഡ് ചെയ്ത് അങ്ങനെ പല പ്രാവശ്യം ഫീൽഡ് ചെയ്ത് വീഴുമ്പോൾ എന്താണ് നാഡീ വ്യവസ്ഥയൊക്കെ കംപ്ലൈൻ്റ് ആകും. അപ്പോൾ എന്താണ് കൃത്രിമ നാഡീ വ്യവസ്ഥ നമുക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ കൃത്രിമ നാഡീ വ്യവസ്ഥ അടിസ്ഥാനമാകും. കൃത്രിമമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ എന്താണ് മെഷീൻ ലേണിംഗ്. ഓക്കെ, മെഷീൻ ലേണിംഗ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ജോൺ ജെ ഹോപ്ഫീൽഡ്, ജെഫ്രി ഇ ഹിൻഡൺ കിട്ടുമല്ലോ. ഫീൽഡിൽ എന്തുണ്ടാകും? ഒരു റഫറി ഉണ്ടാകും. റഫറി ജെഫ്രി, ഫീൽഡ് ജെഫ്രി കിട്ടുമല്ലോ. അപ്പോൾ നാഡീ വ്യവസ്ഥ കംപ്ലൈൻ്റ് ആകുമ്പോൾ കൃത്രിമ നാഡീ വ്യവസ്ഥ അത് കണക്ട് ചെയ്യണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് രസതന്ത്രത്തിന് നൊബൽ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് 3 പേരാണ്. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജമ്പർ. ആരൊക്കെയാണ്? ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജമ്പർ. ഓക്കെ, അവർ കിട്ടിയിരിക്കുന്നത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയിലും പ്രോട്ടീൻ ഘടനാ പ്രവചനത്തിനും നൽകിയ സംഭാവനകൾക്കാണ് അവർക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കോഡിലൂടെ കണക്ട് ചെയ്യാം. ഇപ്പോൾ രസതന്ത്രമല്ലേ, അപ്പോൾ എന്താണ് നല്ല രസമുള്ള ഹസ്കി ആയിട്ടുള്ള ജമ്പാണ് ഡേവിഡിൻ്റെ നോക്കുക. ഓക്കെ, നല്ല രസമുള്ള ഹസ്കി ആയിട്ടുള്ള ജമ്പാണ് ഡേവിഡിൻ്റെ. അപ്പോൾ നമുക്ക് നല്ല രസമുള്ള എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? രസതന്ത്രം കിട്ടും. ഓക്കെ, നല്ല രസമുള്ള ഹസ്കി ആയിട്ടുള്ള, അപ്പോൾ എന്താണ് ഡെമിസ് ഹസാബിസ്, ഹസ്കി ആയിട്ടുള്ള ഡെമിസ് ഹസാബിസ് കിട്ടും. ജമ്പാണെന്ന് പറയുമ്പോൾ എന്താണ് ജോൺ എം ജമ്പർ. ഓക്കെ, നല്ല രസമുള്ള ഹസ്കി ആയിട്ടുള്ള ജമ്പാണ് ഡേവിഡിൻ്റെ. അപ്പോൾ ഡേവിഡ് ബേക്കർ. നല്ല രസമുള്ള ഹസ്കി ആയിട്ടുള്ള ജമ്പാണ് ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ എം ജമ്പർ. പിന്നെ ഇവർക്ക് എന്തിനാണ് കിട്ടിയെന്നും കൂടെ നമുക്ക് കണക്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതെങ്ങനെ കിട്ടും? അപ്പോൾ ജമ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കണ്ടിന്യൂസ് ആയിട്ട് ജമ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നല്ല പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കഴിക്കണം. അപ്പോൾ പ്രോട്ടീൻ എന്ന വേർഡ് അതിലൂടെ കണക്ട് ചെയ്യണം. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയിലും പ്രോട്ടീൻ ഘടനാ പ്രവചനത്തിനും നൽകിയ സംഭാവനകൾക്ക് കിട്ടുമല്ലോ. ഓക്കെ, പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ഓർക്കണം. ഈ എക്സാമിന് PUC എക്സാമിന് ഡേവിഡ് ബേക്കറിന് രസതന്ത്രത്തിന് അദ്ദേഹത്തിന് എന്ത് കണ്ടെത്തലിനാണ് നൊബൽ പുരസ്കാരം കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലാണ് കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ രൂപകൽപ്പന. ഓക്കെ, ഡേവിഡ് ബേക്കറിൻ്റെയാണ് കമ്പ്യൂട്ടേഷൻ
പ്രോട്ടീൻ രൂപകൽപ്പന. മറ്റ് രണ്ടുപേരുടെ ഈ ഡെമിസ് ഹസാബിയസിൻ്റെയും ജോൺ എം ജമ്പറിൻ്റെയും കണ്ടുപിടുത്താണ് പ്രോട്ടീൻ ഘടനാ പ്രവചനം. അതങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ എന്താണ്, അപ്പോൾ രസാന്തര നോബൽ പുരസ്കാരം കിട്ടിയ ആരൊക്കെയാണ്? ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിയസ്, ജോൺ എം ജമ്പർ. നല്ല രസമുള്ള ഹസ്കി ആയിട്ടുള്ള ജമ്പാണ് ഡേവിഡിൻ്റെ. ഓക്കെ ആണല്ലോ. അടുത്താണ് സമാധാനം, പീസ്. സമാധാനത്തിന് നോബൽ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് ഒരു സംഘടനയ്ക്കാണ്. ഏതാണ് സംഘടന? നിഹോൺ ഹിഡാൻക്യോ. ഏതാണ്? നിഹോൺ ഹിഡാൻക്യോ എന്ന് പറയുന്ന ജപ്പാനിലുള്ളൊരു സംഘടനയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? നിഹോൺ എന്ന് പറയുമ്പോൾ എന്താണ്? നിഹോൺ, നോ ഹോൺ, അങ്ങനെ കണക്ട് ചെയ്യാം. നിഹോൺ, നോ ഹോൺ എന്ന് കാണാം. അപ്പോൾ എന്താണ് അങ്ങനെ കണക്ട് ചെയ്യാം? നോ ഹോൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഹോണൊന്നും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ്. നമ്മൾ റോഡിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഹോണൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ നമ്മളുള്ള സമാധാനം കൂടി പോകും. അപ്പോൾ എന്താണ്? നോ ഹോൺ അല്ലേ? ഹോണൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാകും. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. നിഹോൺ ഹിഡാൻക്യോ എന്ന് പറയുന്ന സംഘടന നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. പിന്നെന്താണ്, ഈ നമ്മുടെ ഇന്ത്യയിലൊക്കെയാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ എപ്പോഴും ഹോൺ മുഴക്കേക്കുന്നത് അല്ലേ? ജപ്പാനിലൊക്കെയാണ് കുറച്ചും കൂടെ സൈലൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ കുറച്ചും കൂടെ സമാധാനം ഉണ്ട്. അപ്പോൾ നിഹോൺ ഹിഡാൻക്യോ എന്ന സംഘടന ഏത് രാജ്യത്താണ്? ജപ്പാനിലാണെന്ന് നോക്കുക. പിന്നെ അതിൻ്റെ ഒരു ഒഫീഷ്യൽ നെയിമാണ് ജപ്പാൻ കോൺഫെഡറേഷൻ ഓഫ് എ ആൻഡ് എച്ച് ബോംബ് സഫേഴ്സ് ഓർഗനൈസേഷൻ ആണ് സംഘടനയുടെ ഒഫീഷ്യൽ നെയിം. പിന്നെ ജാപ്പനീസ് രീതിയിലുള്ള ഷോർട്ട് ഫോമാണ് നിഹോൺ ഹിഡാൻക്യോ എന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ എന്തിനാണ്? ആണവായുധങ്ങൾ ഇല്ലാത്ത ഒരു ലോകം കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്കാണ് അവർക്ക് ഈ സംഘടനയ്ക്ക് പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ നിഹോൺ ഹിഡാൻക്യോ എന്ന് പറയുന്ന സംഘടന സ്ഥാപിതമാകുന്നത് 1956 ഓഗസ്റ്റ് 10-നാണ്. 56 ഓഗസ്റ്റ് 10 ആ വർഷം നമുക്ക് കിട്ടും. കാരണം 56 എന്ന വർഷം നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരണ വർഷമാണ്. കേരളം വന്നത് ഹോൺ മുഴക്കിക്കൊണ്ടാണ് കേരളം വന്നതെന്ന് ഓർക്കുക. അപ്പോൾ 56 എന്ന വർഷം കിട്ടും. 1956 ഓഗസ്റ്റ് 10. ആസ്ഥാനം ഷിബ ഡൈമോൺ, ടോക്കിയോ, ജപ്പാനിലെ ടോക്കിയോയിലുള്ള സ്ഥലമാണ് ഷിബ ഡൈമോൺ. അതാണ് ഈ നിഹോൺ ഹിഡാൻക്യോ എന്ന് പറയുന്ന സംഘടനയുടെ ആസ്ഥാനം. ആരുടെ സംഘടനയാണ് ഇതെന്ന് ചോദിച്ചാൽ തന്നെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് സ്ഫോടനം അതിജീവിച്ച ആൾക്കാരെ പറയുന്നതാണ് ഹിബാക്കുഷ. ഓക്കെ, അവരുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ അവരുടെ ഒരു സംഘടനയാണ് ഈ നിഹോൺ ഹിഡാൻക്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് സ്ഫോടനം അതിജീവിച്ച ആൾക്കാരെ പറയുന്നതാണ് ഹിബാക്കുഷ. അവരുടെ സംഘടനയാണ് ഈ നിഹോൺ ഹിഡാൻക്യോ. ഇപ്പം നോ ഹോൺ എന്ന് ഓർക്കുക, സമാധാനം. അടുത്ത നമ്മൾ നോക്കുന്നത് സാഹിത്യം, ലിറ്ററേച്ചർ. സാഹിത്യ നോബൽ പുരസ്കാരം കിട്ടിയതാണ് ഹാങ്കാങ്. ഓക്കെ, ദക്ഷിണ കൊറിയൻ വനിതയാണ് ഹാങ്കാങ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കോഡൊന്നും വേണ്ട. കാരണം സാഹിത്യം എഴുതണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഹാൻഡ് വേണം. ഹാങ്കാങ്, ഹാൻഡ്, അങ്ങനെ കണക്ട് ചെയ്യാം. സാഹിത്യം ഹാൻഡ് വേണം, ഹാങ്കാങ്. എന്തിനാണ് അവരുടെ എന്ത് കണ്ടെത്തലാണ്? ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യ ജീവിതത്തിൻ്റെ ദുർബലത തുറന്നു കാട്ടുകയും ചെയ്യുന്ന അവരുടെ തീവ്രമായ കാവ്യഗദ്യത്തിനാണ് പുരസ്കാരം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഹാങ്കാങ് ദക്ഷിണ കൊറിയൻ വനിതയാണ്. സാഹിത്യത്തിന് നോബൽ പുരസ്കാരം 2024 സാഹിത്യ നോബൽ പുരസ്കാരം കിട്ടിയ വ്യക്തിയാണ് ഹാങ്കാങ്, ദക്ഷിണ കൊറിയൻ വനിതയാണ്. ഓക്കെ, അപ്പോൾ കണക്ട് ചെയ്യാൻ കിട്ടുമല്ലോ. ഹാങ്കാങ്, സാഹിത്യം എഴുതണമെങ്കിൽ ഹാൻഡ് വേണം. അപ്പോൾ ഹാങ്കാങ് അങ്ങനെ കണക്ട് ചെയ്യാം. പിന്നെ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സാഹിത്യത്തിന് നോബൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യൻ വനിതയാണ് ഹാങ്കാങ്. അങ്ങനെ ചോദിച്ചാലും സാഹിത്യത്തിന് നോബൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ വനിത ചോദിച്ചാലും ആര് തന്നെയാണ്? ഹാങ്കാങ് തന്നെയാണ്. സാഹിത്യത്തിന് നോബൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യൻ വനിത, ആദ്യത്തെ ദക്ഷിണ കൊറിയൻ വനിതയാണ് ഹാങ്കാങ്. അവരുടെ ഏറ്റവും ഫേമസ് ആയുള്ള ബുക്കാണ് ദി വെജിറ്റേറിയൻ. ഈ വെജിറ്റേറിയൻ എന്ന ബുക്കിന് 2016 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസും ലഭിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ അടുത്ത ഫേമസ് ആയുള്ള കുറച്ച് ബുക്കുകളാണ് ഹ്യൂമൻ ആക്ട്സ്, ഗ്രീക്ക് ലെസൺസ്, ദ വൈറ്റ് ബുക്ക്, വി ഡു നോട്ട് പാർട്ട്. ഇതൊക്കെ ആരുടെ ബുക്കാണ്? ഹാങ്കാങ്ങിൻ്റെ ബുക്കുകളാണ്. ഹ്യൂമൻ ആക്ട്സ്, ഗ്രീക്ക് ലെസൺസ്, ദ വൈറ്റ് ബുക്ക്, വി ഡു നോട്ട് പാർട്ട്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സ്. എക്കണോമിക്സിന് നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്ന 3 പേർക്കാണ്. ഡാരൻ എയ്സ്മോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ. ആരൊക്കെയാണ്? ഡാരൻ എയ്സ്മോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ. അവർ കിട്ടിയിരിക്കുന്നത് സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്ക്. അപ്പോൾ നമുക്കിതെങ്ങനെ കോഡിലൂടെ കണക്ട് ചെയ്യാം? അപ്പോൾ ഇതിനകത്ത് ഈ ജെയിംസ് റോബിൻസൺ എന്ന പേരെടുക്കുക. അപ്പോൾ അതിനകത്ത് റോബിൻ എന്നെടുക്കുമ്പോൾ എന്താണ്? റോബിൻ, നമുക്ക് റോബിൻ ഹുഡുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ റോബിൻ ഹുഡ് സിനിമ നമ്മൾ കണ്ടിട്ട് എങ്ങനെയാണ്? എ ടി എം മോഷണവും പൈസ മോഷ്ടിക്കുന്നതൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. അപ്പോൾ എന്താണ്? അപ്പോൾ മോഷ്ടിക്കുന്ന നമ്മൾ എന്തിനാണ്? പൈസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ്? പൈസ, സാമ്പത്തികം. അപ്പോൾ നമുക്കത് സാമ്പത്തിക ശാസ്ത്രമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ റോബിൻസണിൻ്റെ കൂടെ വേറൊരു സണ്ണും ഉണ്ട്, ഒരു മോളും ഉണ്ട് അല്ലേ? സൺ ആരാണ്? സൺ ആരാണ്? സൺ സൈമൺ ജോൺസൺ. സൺ ആരാണ്?
സൈമൺ ജോൺസൺ. ഓക്കെ, പിന്നെ ഒരു മോളുണ്ടല്ലേ, ആരാണ് മോള്? ഡാരൻ എയ്സ്മോഗ്ലു. ഓക്കെ, അപ്പോൾ ഇവർ പൈസ മോഷ്ടിച്ചു. എന്തിനാണ്? ഈ മോളുടെ തലയിൽ എന്താണ്? താരനാണ്. ഡാരൻ. അപ്പോൾ ഈ താരൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇവർ പൈസ മോഷ്ടിച്ചത്. അപ്പോൾ ബാക്കി പൈസ കൊണ്ട് ഇവർ എന്ത് ചെയ്തു? ഒരു സാമൂഹിക സ്ഥാപനങ്ങളൊക്കെ രൂപപ്പെടുത്തി. അപ്പോൾ അതിലൂടെ അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. അപ്പോൾ സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃദ്ധിയും സംബന്ധിച്ച പഠനങ്ങൾക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ പുരസ്കാരം ലഭിച്ചത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ റോബിൻഹുഡ് ഓർക്കുക, പൈസ മോഷ്ടിക്കുന്നതാണ്. സാമ്പത്തിക ശാസ്ത്രം കണക്ട് ചെയ്യുക. അപ്പോൾ അവരുടെ കൂടെ 2 പേരുണ്ട്, ഒരു സണ്ണും ഉണ്ട്, ഒരു മോളും ഉണ്ട്. സൺ എന്ന് പറയുമ്പോൾ സൈമൺ ജോൺസൺ. സൺ ആരാണ്? സൈമൺ ജോൺസൺ. പിന്നെ എയ്സ്മോഗ്ലു അല്ലേ, ഒരു മോളാരാണ്? എയ്സ്മോഗ്ലു, ഡാരൻ എയ്സ്മോഗ്ലു. ഓക്കെ ആണല്ലോ? അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്